ഹായ്, ഈ മാസം 19-ാം തീയതി റിലീസാകാൻ പോകുന്ന സിനിമയാണ് ചിന്ന ചിന്ന ആസെ. അതിൽ ഇന്ദ്രൻസും മധുബാലയും അപർണ ബാലമുരളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സോങ് ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിടയായി. അതുകൊണ്ട് ഞാൻ ഇന്ദ്രൻസിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. ഇന്ദ്രൻസ് നമ്മുടെ തിരുവനന്തപുരത്ത് കുമാരപുരത്താണ് താമസം. ആദ്യമൊക്കെ തയ്യലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകൾ കാരണം അമ്മാവിൻ്റെ അടുത്ത് തയ്യൽ പഠിക്കാൻ പോവുകയും അവിടെ നിന്ന് പിന്നെ ഇന്ദ്രൻസിൻ്റെ സഹോദരനായിട്ട് കുമാരപുരത്തെ തന്നെ ബ്രദേഴ്സ് ടൈലറിംഗ് ഷോപ്പ് എന്ന് പറഞ്ഞ കട തുടങ്ങിയുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിലേറെ തയ്യൽക്കാരനായിരുന്നു. അപ്പോഴൊക്കെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ അധികമായിട്ട് പുറത്തുനിന്നുള്ള ഡ്രസ്സുകളല്ലല്ലോ, അന്നൊക്കെ തയ്പ്പിച്ച് വാങ്ങുന്നതാണ്. ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ എന്നാലും അന്ന് കൂടുതലും തയ്പ്പിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തയ്യൽ വഴിയാണ് സിനിമയിലേക്കുള്ള പ്രവേശനം. അപ്പോൾ തുടക്കത്തിലൊരു തയ്യൽക്കാരനായി കയറി പിന്നീട് ഇപ്പോൾ ഒരു വലിയ മഹാനടനായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഇന്ദ്രൻസ്. ആദ്യമൊക്കെ ചെറിയ ചെറിയ കോമഡി വേഷങ്ങൾ, അത് വളരെ ചെറുതായിരിക്കുള്ളൂ. അങ്ങനത്തെ ക്യാരക്ടറിലൂടെയാണ് ഇന്ദ്രൻസ് വന്നിട്ടുള്ളത്. പണ്ടത്തെ ഇൻ്റർവ്യൂസിലൊക്കെ സംവിധായകരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം ഇന്ദ്രൻസിൻ്റെ രൂപവും ഇന്ദ്രൻസിൻ്റെ സൗണ്ടും കേൾക്കുമ്പോൾ അത് കോമഡി നല്ലോണം വർക്കൗട്ട് ആകാനായിട്ട് ഒരു കാരണമാവും. അതുകൊണ്ട് തന്നെയാണ് പലരും കോമഡിക്ക് വേണ്ടി ഇന്ദ്രൻസിനെ സമീപിച്ചിരുന്നത്. പോകെയാണ് ചെറിയ ചെറിയ ക്യാരക്ടറുകളിലേക്ക് വന്നു തുടങ്ങിയത്. അത് ഫസ്റ്റ് പറയുന്ന മേലെപ്പറമ്പിൽ ആൺവീടാണെന്ന് തോന്നുന്നു ആ സിനിമ. അതിലാണ് ഒരു ക്യാരക്ടറായിട്ട് ചെറിയൊരു വേഷം കൊടുത്തു നോക്കുന്നത്. ഇതെല്ലാം വലിയ ക്യാരക്ടറുകളല്ല കേട്ടോ, ചെറിയ ചെറിയ വേഷങ്ങൾ അതൊക്കെ കൊടുത്തു നോക്കുന്നത്. അങ്ങനെ അയാൾ പതിയെ ചിത്രങ്ങളിലേക്ക് വരുന്നു. മലപ്പുറം ഹാജി മഹാനയ ജോജി, പഞ്ചാബി ഹൗസ്, അങ്ങനെ ഒത്തിരി പടങ്ങളിൽ ഹാസ്യവേഷങ്ങൾ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഹാസ്യവേഷങ്ങളിലൂടെ വേറിട്ട് കൊടുത്തത് കഥാനായകൻ ദിലീപിൻ്റെ ഒരു സിനിമയാണ്, കഥാനായകനാണെന്ന് തോന്നുന്നു. അതിൽ ഒരു വേഷത്തിലൂടെയാണ് അയാൾ ഒരു ക്യാരക്ടർ റോളിലേക്ക് മാറുന്നത്. അപ്പോൾ ക്യാരക്ടർ റോൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഹാസ്യ നടനെ എത്രത്തോളം ഒരു ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ള ചിലപ്പോൾ ഒരു ടെൻഷനൊക്കെ ആ സംവിധായകൻ ഉണ്ടായിരുന്നു കാണും. പക്ഷേ കൊടുത്ത വേഷം അയാൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്തു. അതിനുശേഷമാണ് ഇന്ദ്രൻസ് എന്ന ആളുടെ ഒരു മാറ്റവും എല്ലാം വന്നത്. ഇന്ദ്രൻസിൽ നിന്ന് നമുക്ക് ഇത്രയും നല്ല ക്യാരക്ടറുകൾ കിട്ടുമെന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് കാണില്ല. അച്ഛൻ ക്യാരക്ടറുകളായിക്കോട്ടെ, അതല്ല നല്ല വില്ലൻ വേഷങ്ങളായിക്കോട്ടെ, നല്ല രീതിയിൽ ഇന്ദ്രൻസ് കൈകാര്യം ചെയ്തു. 2021 ഇറങ്ങിയ ഹോം എന്ന സിനിമ, ആ സിനിമ ഇന്ദ്രൻസ് എന്ന നടൻ്റെ തലവരെ തന്നെ മാറ്റിമറിച്ചു. പിന്നെ ഇറങ്ങുന്ന വേഷങ്ങളെല്ലാം ഒന്നിനൊന്നിനും മെച്ചം. എനിക്ക് എടുത്തു പറയേണ്ട ഒരു സിനിമയെന്ന് വെച്ചാൽ ഇത് ഡയലോഗിലാണ് കേട്ടോ. ഒരു ഉർവശി ഒത്തുള്ളൊരു ജലധാര പമ്പ് സെറ്റാണെന്ന് തോന്നുന്നു. അതിൽ ഡയലോഗ് ഡെലിവറി ഉർവശിയും ഇന്ദ്രൻസും തമ്മിലുള്ള അത് കാണുമ്പോൾ ഞാൻ ആ സീന് എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്കിപ്പോൾ തന്നെ എനിക്ക് ആ സീൻ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പൈസ കൊടുക്കാൻ കുമ്പളപ്പം വയ്ക്കുന്നതും അല്ലെങ്കിൽ കുമ്പളപ്പം കൊണ്ടുവന്നിരിക്കുന്നതും ആ രണ്ടുപേരുടെ പെർഫോമൻസ് എന്ത് രസമാണെന്നറിയാമോ കാണാനായിട്ട്. ഉർവശിയെ പിന്നെ പറയണ്ടല്ലോ, ഉർവശി നല്ലൊരു നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആണല്ലോ. പക്ഷെ അവർക്കൊപ്പത്തിനൊപ്പം നിന്ന് ഇന്ദ്രൻസ് അഭിനയിക്കുമ്പോൾ അത് നല്ലൊരു മൂവിയാണ്. ആ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ദ്രൻസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ചെറിയ ഒരു വേഷങ്ങൾ ചെയ്തു വന്ന വ്യക്തി ഇപ്പോൾ ഒരു വലിയൊരു നടനായി മാറിയിരിക്കുകയാണ്. അതിലൊത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ തമിഴ് സിനിമ കറുപ്പിലെ സൂര്യയ്ക്കൊപ്പം അഭിനയിച്ചു. ഇപ്പോൾ സൂര്യ സാറിനൊക്കെ ഇപ്പോൾ അഭിനയിച്ചതിൽ സൂര്യയും അല്ലെങ്കിൽ ബാലാജിയൊക്കെ ഇന്ദ്രൻസിനെ ഭയങ്കര ലെവലായിട്ട് പറയുക. പക്ഷെ ഇന്ദ്രൻസ് അതിനൊക്കെ ഒരു ഈ എളിമത്വം പോലെയാണ് സംസാരിക്കുന്നത്. അതിൽ കറുപ്പ് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻസിൻ്റെ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് തമിഴ് വായിക്കാൻ അറിയാം. അപ്പോൾ ആ ഇൻ്റർവ്യൂ കാണുന്നതിനിടയ്ക്ക് ഞാൻ ഈ കമൻസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത്, തമിഴ് മക്കൾ പറയുന്നത്, അയ്യോ ഇത്രയും വലിയ നടനായിട്ട് പോലും അയാളുടെ ഒരു സിംപ്ലിസിറ്റി അത് എടുത്തു പറയേണ്ടതാണ്. അയാൾ തമിഴിനെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. അയാൾക്ക് മലയാളം പറഞ്ഞിരുന്നാൽ പോലും ആ തമിഴ് പറയുന്നത് ഭയങ്കര ഒരു ഇതായിട്ടാണ് പറയുന്നത്. അയാൾ ഇത്രയും വലിയ അവാർഡുകൾ വാങ്ങിച്ചിട്ട് പോലും ഇത്രയധികം താഴ്മയുള്ളൊരു മനുഷ്യനായിരുന്നു. ഇയാൾ എന്ത് കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്, എന്തൊരു പാവ മനുഷ്യനാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതാണ് ആൾക്കാർ പഠിക്കേണ്ടത്. 1-2 സിനിമകൾ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ
ആളുകൾ ഭയങ്കര ഞാനെന്തോ സ്റ്റാറായി, ഞാനെന്തോ വലിയ സംഭവമാണ്. പിന്നെ അവാർഡ് കൂടെ കിട്ടിക്കഴിയുകയാണെങ്കിൽ പിന്നെ പറയണ്ട. ഒരു അവർ ആ ഒരു രീതിയാണ് ഇപ്പോൾ എല്ലാ ആക്ടേഴ്സ് ആയിരുന്നാലും ആരായിരുന്നാലും. ഇവനൊരു ജോലി കിട്ടിയിരുന്ന ഒരു സാധാരണ വ്യക്തിയായിരുന്നാൽ പോലും അങ്ങനെ തന്നെയാണ്. ഒരു നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ രീതിക്ക് മാറ്റം ഏത് മനുഷ്യനും ഉണ്ടാവും. പക്ഷേ ഇയാൾ എങ്ങനെ വന്നോ, എങ്ങനെ ഉള്ളൊരു വ്യക്തിയായിരുന്നോ, നല്ല താഴ്മയും മനുഷ്യത്വം ഉള്ളൊരു വ്യക്തിയായിരുന്നു, അതുപോലെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. സിദ്ദിഖ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, മമ്മൂക്കയും മോഹൻലാലും ഒക്കെ വരുമ്പോൾ അവരുടെ കൂടെ ഒരു ഗ്യാങ് കാണും. അവരുടെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാനും അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവർക്കൊരു ഗ്യാങ് ഉണ്ടായിരിക്കും. പക്ഷേ ഇന്ദ്രൻസ് വന്നിറങ്ങുമ്പോൾ ഒരു കാറിൽ ഇന്ദ്രൻസ് മാത്രമേ വന്നിറങ്ങത്തുള്ളൂ. ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനും ആ ഒരു വരവുമാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തന്നെയാണ്. ഇത്രയും ഒരു പച്ചയായ ഒരു മനുഷ്യനെ കാണുന്നതൊക്കെ അപൂർവമാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടുകാരനായ വ്യക്തിയെ തമിഴ് സിനിമയിലുള്ളവർ അല്ലെങ്കിൽ തമിഴ് മക്കൾ ഭയങ്കര രീതിക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതങ്ങനെയാണല്ലോ, കാരണം നമ്മൾ മലയാളികൾക്ക് തമിഴ് സിനിമയിലൊക്കെ നമ്മുടെ മലയാളി ആക്ടേഴ്സ് ചെന്ന് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് അവരുടെ മക്കൾ, തമിഴ് മക്കൾ ഈ നമ്മുടെ നടന്മാരെ കുറിച്ച് അഭിമാനപൂർവ്വം പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും നമുക്ക് സന്തോഷമാണ്. ആ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു, ആ ആങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിജയുടെ കൂടെ അഭിനയിച്ചല്ലോ, വിജയെ കണ്ടപ്പോൾ എന്തായിരുന്നു ഫീലിങ്? ഇന്ദ്രൻസിന് അത് എന്താ, അത് പറയാൻ പോലും വാക്കുകൾ കിട്ടാത്തവണ്ണമാണ് പറയുന്നത്. അത് വിജയ് സാറിനെ കാണാൻ പറ്റി എന്ന രീതിക്കാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അഭിനയിച്ചു എന്നല്ല, ഇയാളൊരു അവാർഡ് വിന്നറാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു എളിമത്വം അല്ലെങ്കിൽ ആ ഒരു താഴ്ന്നൊരു മനോഭാവമാണ് അയാൾ ഇത്രയധികം മുൻനിരയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഇന്ദ്രൻസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ 70 വയസ്സായി, എന്നിരുന്നാൽ പോലും അയാൾ കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്നിനും ഒരു കുറവ് വരുത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ വരാൻ പോകുന്ന ചിന്ന ചിന്ന ആസയ്ക്കും അയാൾ നല്ലൊരു റോൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടെ അഭിനയിക്കുന്നതാവട്ടെ നമ്മുടെ സൂപ്പർ ഹിറ്റ് നായികയാണ്. പണ്ടത്തെ നമ്മുടെ പടം ഏതാ, റോജ എന്ന ചിത്രത്തിലെ നായികയാണ്. ആ ഒരു പാട്ടിന് ഒരു 90s കിഡ്സ് ഇപ്പോഴും അതിൻ്റെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. കാതൽ റോജാവേ എന്ന ഗാനമൊക്കെ. അപ്പോൾ ആ ലെവലിൽ നിന്നിരുന്ന ഒരു നായികയാണ് ഇന്ദ്രൻസിൻ്റെ താരജോഡിയാകാൻ പോകുന്നത്. അപ്പോൾ മധുബാലടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻസിൻ്റെ കൂടെ അഭിനയിക്കാൻ എന്താണ് അഭിനയിച്ചതിൽ എന്തെങ്കിലും തോന്നിയിരുന്നോ എന്ന കാര്യത്തിന്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, ഇന്ദ്രൻസിനെ തുടക്കം മുതലേ അറിയാം, വന്ന സമയത്ത് മുതൽ മലയാള ഇൻഡസ്ട്രിയിൽ വന്ന സമയം മുതലേ ഇന്ദ്രൻസിനെയൊക്കെ അറിയാം. അപ്പോൾ ഇന്ദ്രൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് അവരുടെ ഒരു ഭാഗ്യമാണ്, ഇത്രയും വലിയ ആക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല രീതിയിലാണ് ഇന്ദ്രൻസിനെ പറയുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്, മുമ്പ് കലാഭമണിയുടെ കൂടെ ദിവ്യ ഉണ്ണി അഭിനയിക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിരുന്നത്. കാരണം കൂടെ അഭിനയിക്കുന്നവരുടെ ഭംഗിയും സ്റ്റാർഡും ഒക്കെ നോക്കിയിട്ടാണ് ഓരോ നായികമാരും ഓരോ വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവരങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ഇത്രയും വലിയ സ്റ്റാറായിട്ട് നിന്നിട്ട് പോലെ അവർ ഹിന്ദിയിൽ അഭിനയിക്കുന്നുണ്ട്, തെലുങ്കിൽ അഭിനയിക്കുന്നു, തമിഴിൽ അഭിനയിക്കുന്നു, വലിയൊരു ആക്ടറാണ്. അപ്പോൾ അവർ ആ ഒരു കുറവ് പറയാതെ വന്ന് അവർ അഭിനയിച്ചു. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ മുമ്പൊക്കെ ഇങ്ങനത്തെ ഒരു പറച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം അവർ പറഞ്ഞില്ലല്ലോ. കാരണം ഇന്ദ്രൻസിൻ്റെ രൂപം കണ്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യം കണ്ടിട്ട് അങ്ങനെ ഒരു കാര്യവും പറഞ്ഞില്ല. അതിന് അവർക്ക് നല്ലൊരു കയ്യടിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവരുടെ ഈ മലയാളത്തിലേക്കുള്ള അവരെ വീണ്ടും ഒരു തിരിച്ചുവരവാണ്. അവരുടെ അരശിമുട്ടിൽ അപ്പുക്കുട്ടനും തൈപ്പറമ്പിൽ അശോകനും അശ്വതിക്ക് വേണ്ടി അടിപിടി കൂടുന്ന യോദ്ധ സിനിമയിലെ നായിക വീണ്ടും നമുക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. പുതിയൊരു കഥാപാത്രമായി വരാൻ പോവുകയാണ്. അപ്പോൾ അവർക്കും മലയാളത്തിലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് നല്ല രീതിയിലാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പറയുന്ന ചിന്ന ചിന്ന ആസൈ എന്ന സിനിമ വലിയ രീതിയിൽ വിജയമാകട്ടെ. ഇന്ദ്രൻസ് എന്ന നടന് ഇനിയും നല്ല നല്ല വേഷങ്ങൾ, നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും കിട്ടട്ടെ. മലയാളത്തിലായിരുന്നാലും തമിഴിലായിരുന്നാലും ഏത് അന്യഭാഷ ചിത്രങ്ങളിലായാലും ബാക്കി ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങളും എല്ലാം നല്ല വേഷങ്ങളും നല്ല കാര്യങ്ങളും ആയിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.